ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മെറി ക്രിസ്മസ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു DIY ക്രിസ്മസ് ട്രീ ആണ്. ട്രീ ഉണ്ടാക്കാനായിട്ട് എനിക്ക് ആകെ ചിലവായിരിക്കുന്നത് 100 രൂപയിൽ താഴെയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കാർഡ്ബോർഡാണ്. ഓൺലൈൻ സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന കാർഡ്ബോർഡാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാർഡ്ബോർഡ് ഞാൻ 9 സർക്കിൾസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ഡയാമീറ്റർ, അതായത് വ്യാസം വരുന്നത് 6, 10, 14, 18, 22, 26, 30, 34, 38. കോമ്പസ് ഉപയോഗിച്ചിട്ടാണ് ഈ സർക്കിൾസ് ഞാൻ വരച്ച് കട്ട് ചെയ്തിരിക്കുന്നത്. കോമ്പസിനേക്കാളും വലിയ വലുപ്പത്തിലുള്ള സർക്കിള് നൂലും പെൻസിലും ഉപയോഗിച്ച്, അതായത് നൂലിൽ പെൻസിൽ കെട്ടി ആണ് വരച്ച് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് തിളങ്ങുന്ന കടലാസ്. ഗ്രീൻ കളറിലുള്ള തിളങ്ങുന്ന ഈ കടലാസിന് ഒരു ഷീറ്റിന് 2 രൂപയാണ് വില. ഇങ്ങനത്തെ 15 ഷീറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രീൻ കളറിലുള്ള ഈ മാലയാണ്. ക്രിസ്മസ് ടൈമിൽ എല്ലാ ഷോപ്സിലും ഈ മാല അവൈലബിൾ ആണ്. ഇതിന് ഒരു മാലയ്ക്ക് 12 രൂപയാണ്. അങ്ങനത്തെ 4 മാലയാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫെവിക്കോൾ പശയും അതുപോലെ ഹോട്ട് ഗ്ലൂ ഗണ്ണുമാണ്. ഇതെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഉപയോഗിച്ചെന്ന് മാത്രം. വീട്ടിലുണ്ടാക്കാവുന്ന പശ, അതായത് മൈദമാവ് കുറുക്കി ഉണ്ടാക്കാവുന്ന പശയും ഉപയോഗിക്കാവുന്നതാണ്. ട്രീയുടെ സെൻറ്ററിൽ കൊടുക്കാനായിട്ട് ഒരു സ്റ്റിക്ക് വേണം. അതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന മോപ്പിൻ്റെ ഒരു ഒടിഞ്ഞ സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അതാണ്. ബേസായിട്ട് ഉപയോഗിക്കാനായിട്ട് 8.5 x 4.5 ഇഞ്ചസിൽ ഒരു കാർഡ്ബോർഡ് ബോക്സും വേണം. ആദ്യമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സർക്കിളിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റിക്കിൻ്റെ വണ്ണത്തിനനുസരിച്ച് ഹോള് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റിക്കിൻ്റെ വണ്ണത്തേക്കാളും കുറവ് മെഷർമെൻറ്റിലാണ് സെൻറ്ററിൽ സർക്കിൾ കട്ട് ചെയ്യുന്നത്. കാരണം ഈ സ്റ്റിക്കിലൂടെ ഈ കാർഡ്ബോർഡ് ഇറക്കുമ്പോൾ ടൈറ്റായിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാ സർക്കിളിൻ്റെയും സെൻറ്ററിൽ മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കാർഡ്ബോർഡിൽ ഗ്രീൻ പേപ്പർ ഒട്ടിച്ചെടുക്കാം. ആദ്യം ഒരു സൈഡിൽ പശ വെച്ച് ഗ്രീൻ പേപ്പർ ഒട്ടിച്ച് സർക്കിൾ വെട്ടിയതിന് ശേഷം അടുത്ത സൈഡിൽ പശ വെച്ച് സർക്കിൾ ഷേപ്പിൽ വെട്ടിയെടുക്കാം. ഇപ്പോൾ എല്ലാ സർക്കിളുകളും പേപ്പർ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സ്റ്റിക്കിൽ ഒട്ടിക്കാനായിട്ട് ഗ്രീൻ പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ക്രിസ്മസ് ട്രീയുടെ ബേസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കാർഡ്ബോർഡ് ഒരു ബ്രൗൺ കളർ ഫോം ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ട് അതിന് ബ്രിക്സിൻ്റെ ഇഷ്ടികയുടെ ഡിസൈൻ കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പെയിൻറ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. എൻ്റെ കയ്യിലത്തെ പെയിൻറ്റ് കറക്റ്റ് മാച്ച് അല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഫോം ഷീറ്റ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു ഷീറ്റിന് 10 രൂപയാണ് വില. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ഹോൾ ഉണ്ടാക്കാം. കാരണം നമ്മുടെ സ്റ്റിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കണം. ഇനി നമുക്ക് ഈ പേപ്പർ ഒട്ടിച്ചിട്ടുള്ള കാർഡ്ബോർഡിൻ്റെ ആ സർക്കിളിന് ചുറ്റും നമ്മൾ വാങ്ങിയിട്ടുള്ള ഗ്രീൻ കളറിലുള്ള തിളങ്ങുന്ന മാല ഒട്ടിച്ചെടുക്കാം. ഞാനിവിടെ ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്.
എല്ലാം ഒട്ടിക്കുന്നത് കാണിക്കാത്തത് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടാതിരിക്കാനാണ്. ഇവിടെ എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാം. നമ്മളിവിടെ ബേസായിട്ട് ഉപയോഗിക്കുന്ന കാർഡ്ബോർഡിൻ്റെ സെൻറ്ററിൽ ഈ സ്റ്റിക്ക് ഇറക്കി വെച്ച് പശ കൊണ്ടുവന്ന് ഒട്ടിക്കണം. അതിനുശേഷം ഏറ്റവും വലിയ സർക്കിൾ ആദ്യം ഇറക്കി അതിന് മുകളിലായിട്ട് ചെറുത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ 6 സെൻറ്റിമീറ്റർ ഡയാമീറ്ററിൽ വെട്ടിയിട്ടുള്ള സർക്കിൾ ഏറ്റവും ലാസ്റ്റ് വരുന്ന രീതിയിൽ ഓരോന്നും ഇറക്കുക. ഇപ്പോൾ നമ്മൾ സെൻറ്ററിൽ കട്ട് ചെയ്തിരിക്കുന്ന സർക്കിൾ ഈ സ്റ്റിക്കിനേക്കാളും കുറച്ച് വണ്ണം കുറവായതുകൊണ്ട് ഇറക്കുമ്പോൾ കുറച്ച് ടൈറ്റ് ഫീൽ ചെയ്യും. പക്ഷേ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ട്രീ ഇളകില്ല, ഈ സർക്കിളുകൾ ഇളകില്ല. മാത്രമല്ല നമുക്ക് ഇത് ഇങ്ങനെ പശ വയ്ക്കാതെ തന്നെ ഈ ട്രീ ഉപയോഗിക്കാം. ഇത് നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് ഇത് ഊരി എടുത്തു വയ്ക്കുകയും ചെയ്യാം. പശ വയ്ക്കുമ്പോൾ നമുക്ക് ഊരിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഈ ട്രീയുടെ ടോപ്പിലായിട്ട് ഞാനൊരു സ്റ്റാർ വയ്ക്കുന്നുണ്ട്. ഈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ മുന്നേ വീട്ടിലൊരു സ്റ്റിക്കും ഒരു സ്റ്റാറായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നത് നാശമായിപ്പോയി. അപ്പോൾ അതിൻ്റെ സ്റ്റാർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ കുഞ്ഞുങ്ങളുടെ ടോയ്സൊക്കെ, ഒരു ബോളിൻ്റെ ഉള്ളിൽ ലൈറ്റുള്ള ടോയ്സൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ബോൾ നാശമായപ്പോൾ ആ ലൈറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂടി ആ സ്റ്റാറിൻ്റെ ഉള്ള ലൈറ്റ് ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ ടോപ്പിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കാണുമ്പോൾ പുറമേ നിന്ന് വാങ്ങുന്ന ക്രിസ്മസ് ട്രീ പോലെ തന്നെ ഇല്ലേ? നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി മെറി ക്രിസ്മസ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസുമായിട്ട് ഇനിയും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.